നല്ലൊരു പ്രഭാതം കൂടെ അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയാം. ഓരോ നിമിഷവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ദൈവം നമ്മളെ എത്രമാത്രം വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുന്നു എന്നതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശബ്ദം ഇന്ന് പകലിൽ കേൾക്കുന്ന ആരെങ്കിലും ധൈര്യം ചോർന്ന് ഇരുട്ടറയിൽ തള്ളപ്പെട്ട അവസ്ഥയിൽ ഒരല്പസമയത്തേക്കെങ്കിലും നിന്ദിക്കപ്പെട്ടു എന്നൊരു തോന്നൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലൊരു വാക്യം, വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി, അതിൻ്റെ 39-ാം അധ്യായം 21-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. ഈ സന്ദർഭം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ജോസഫിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ സമയം ഏറ്റവും അടുത്ത സമയത്താണ് പോത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ കുടുക്കുവാൻ കച്ചകെട്ടിറങ്ങിയത്. ഒരു താൽക്കാലിക സുഖത്തിനു വേണ്ടി പോത്തിഫറിൻ്റെ ഭാര്യ ഒരുക്കിയ ആ ട്രാപ്പിനകത്ത് യോസഫിന് ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതിയായിരുന്നു, ആരും അറിയില്ല. എന്നാൽ യോസഫിനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള വിശുദ്ധിയേക്കാൾ തൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിച്ച ഒരു ഭക്തൻ ആയതുകൊണ്ട് തന്നെ പ്രലോഭനത്തെ അതിജീവിക്കുവാനിടയായി തീർന്നു. ജോസഫ് തൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അല്പകാലം കാരാഗൃഹത്തിൻ്റെ ഇരുട്ടറയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നെങ്കിലും സമയമായപ്പോൾ ദൈവം ജോസഫിനെ ഉയർത്തി ദേശത്തിൻ്റെ മേലധികാരിയാക്കി. മുദ്രമോതിരം കൊടുത്തു, വലിയ വസ്ത്രം. ദേശക്കാർ അവനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, ഇതെല്ലാം സംഭവിച്ചപ്പോഴും ജോസഫിനോട് കൂടെ യഹോവയായ ദൈവം ഇരുന്നു എന്നാണ് വേദപുസ്തകം പറഞ്ഞത്. നമ്മുടെയും ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും ഒക്കെ കാത്തു സൂക്ഷിച്ചാൽ അല്പകാലത്തേക്ക് നമുക്ക് ഒറ്റപ്പെടലുണ്ടാകാം, നിന്ദിക്കപ്പെടലുണ്ടാകാം, ഇരുട്ടറയിൽ തള്ളപ്പെടേണ്ടുന്ന അവസ്ഥയുണ്ടാകാം. ഇതെല്ലാം വന്നു ചേർന്നാലും ദൈവത്താലുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, മറന്നു പോകരുത്. നമ്മളെ ഓരോരുത്തരെയും പരിശോധിക്കുന്ന സാഹചര്യങ്ങളിൽ ധൈര്യത്തോടെ നമുക്ക് നിൽക്കുവാൻ ആർജവം കാണിക്കണം ഓരോ ഭക്തനും. അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇന്ന് നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ സാമ്പത്തികത്തിൻ്റെയോ പദവികളുടെയോ ജാഡമോഹങ്ങളുടെയോ മുൻപിൽ പലരും തോറ്റുപോകുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ ഇതിൻ്റെയൊക്കെ മുമ്പിൽ തോൽക്കാതിരിക്കുന്നവനായി തീരട്ടെ. അവിടെയാണ് നമ്മുടെ വിജയം. ഓരോ സമയം കഴിയുമ്പോഴും, കാലം കഴിയുമ്പോഴും ദൈവികാനുഗ്രഹം നിശ്ചയമായും നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം
നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കട്ടെ, സന്ദർഭങ്ങൾ ഒരുക്കട്ടെ. അതിനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരു ദിവസം കൂടി തന്നിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്, സാഹചര്യം എന്ത് തന്നെയായാലും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ഈ ദിവസം നമുക്കൊരുക്കി തരുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാം. സർവശക്തൻ നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.